എന്താടാ? എടാ എന്നെ അവളെ വിളിച്ചിട്ട് കിട്ടണടാ. എടാ ഒരു ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നീ ഇൻസ്റ്റയിൽ നോക്കിയായിരുന്നോ? എടാ അതിലൊക്കെ കേറിയിട്ട് ആഴ്ചകളായി. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കട്ടാ. FB ഒന്ന് പോയാടാ. എന്തായാലും നീ പഠിക്കാണ്ടിരിക്കുക, അവളെ എക്സാമിന് വരൂലേ, അപ്പൊ കാണാം. എടാ ഇനി എക്സാം എഴുതിക്കാണ്ടിരിക്കുവോ? ഒന്ന് പോയേ ചെയ്ത വെച്ചിട്ട് പോയേ, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. പോ. എടാ അവളിനി വരൂലേ? എനിക്ക് വരുന്നോന്നല്ലാട്ടാ, ഇത്ര നേരായി, നമുക്ക് കയറിയാലോ. പണിപ്പാളിന്നോന്നണ്ടാ, അത് നോക്കിയാടാ. പറഞ്ഞോട്ടായിരുന്നു. ഞാൻ പോട്ടേട്ടാ, എനിക്ക് അപ്പുറത്തേക്കാണ് പോട്ടെ. അപ്പുറത്തെ ക്ലാസ് ഞാൻ പോട്ടാന്നാ. ഇങ്ങോട്ട് അയാള് വൻ സീനാണ്, നല്ല പണി കിട്ടും, നോക്കിക്കോ നീ. എനിക്കൊന്നും അറിയില്ല. എടാ ഒരു മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. പേടിച്ചിട്ടായിരിക്കൂടാ. ഹലോ ഹലോടാ, ഞാനാ. ഈ നമ്പറിലേക്ക് ഒരു കാരണവശാലും വിളിക്കരുത്, അച്ഛന്റെ ഫോണാ. അച്ഛൻ കടയിലേക്ക് പോയേക്കാ, ഞാനിപ്പോ വണ്ടിയില്ല. എനിക്ക് ഇതിനോട് മിണ്ടണം. ഇതെന്താ കാണണേ? സോറിയുടെ, ഞാനിത് ചെയ്യാൻ ഫോണെല്ലാം വീട്ടിൽ പിടിച്ച്. ഡിഗ്രി ഒക്കെ മിക്കവാറും ഞാൻ ചെന്നൈയിലായിരിക്കും. ചേട്ടൻ അവിടെ അഡ്മിഷൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉന്നതത്തിന് അങ്ങോട്ട് പോകും. എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണണത്. നാളെ അച്ഛൻ വരില്ല, അമ്മയായിരിക്കും. അപ്പൊ ഞാൻ ടോയ്ലറ്റിന്റെ അവിടെ, ഞാൻ എക്സാം കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ആ, അപ്പൊ നമുക്ക് സംസാരിക്കാം. ശരി, നാളെ എന്തായാലും കാണണം. ആടാ, അച്ഛൻ വരുന്നുണ്ട്, ഞാൻ വെക്കാണ്. എന്താ നീ നോക്കണേ? നീ ടൂർണമെന്റിൽ എന്നെ കുറെ ഉണ്ടാക്കാൻ നോക്കിട്ട് എന്തായി? നിനക്കന്ന് ഇടിയും കൊണ്ട് ചോറും തൊട്ടിൽ വീണൊന്നും പോരെ, ഇനിയും വേണ? നിന്റെ ഒട്ടുക്കത്തെ പരീക്ഷ ഞാൻ കാത്തിരിക്കാണ്. ഞാൻ നല്ല വെട്ടിപ്പായിട്ട് തരണ്ട് കേട്ടാ, അല്ലെങ്കിൽ വികാസിലോട്ട് വേടാ. അവന്റെ മൂത്രം ഒഴുക്ക് കഴിഞ്ഞില്ലേ? ദേവന് ആ ബേസിൽ എന്നെ എത്ര വിളിച്ച് പോയിട്ടുണ്ട് കേട്ടാ. എനിക്കിന് മൂന്നാം തൊക്കെ ഇപ്പൊ തീർക്കണം. കൊറേ നാളല്ല ചൊറിയാൻ തുടങ്ങിയിട്ട്. നീ ജ്യൂസ് കുടിച്ചേ. നീ വന്നത് ഇപ്പൊ അമ്മാരാ വികാസിൽ പോയിട്ടുണ്ട്. എനിക്ക് ആ പട്ടീനെ ഇപ്പൊ തരാം. സാർ എന്തിയടാ 4:30 വരാൻ പറഞ്ഞിട്ട് നമ്മളെ പോസ്റ്റാക്കി പോയാ? നമ്മ വെറുതെ പോസ്റ്റായി. വേറെ ആരും ഇല്ല? ണ്ടല്ലോ. അവരുടെ വരവത്ര പന്തിയല്ലല്ലോ. ഞാൻ പോവാ, എനിക്ക് വൈകിട്ട് ക്ലാസ് ഉണ്ട്. ഞാൻ വികാസിലോട്ട് വരാൻ പറഞ്ഞപ്പോ ഇതല്ലല്ലോ ഉദ്ദേശിച്ചത്. അവനെന്തേ പണി പാടി ഓടിക്കോ. മോളെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? മോളെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഇന്ന് +2. ടീച്ചറെ, ജെയ്സൺ, സന്ദീപ്, ലിൻഡോ, ഡെന്നിസ്, ജസ്റ്റിൻ, മെൽവിൻ എന്നിവർ പരീക്ഷയ്ക്ക് ശേഷം പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് ചെല്ലേണ്ടതാണ്.
പണിപ്പാളോ ഒന്നും മിണ്ടാണ്ടിരുന്നടാ. അമ്മ ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. ആ. വാ 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 ഇങ്ങോട്ട്. ഇതിൽ ആരാടാ ജെയ്സൺ? ഞാന് റാജി, എന്റെ കൊച്ചിനെ നീ എന്താണ് ചെയ്തേ? അവന് പരീക്ഷ എഴുതാൻ പറ്റുമോ? താ മാറുന്നേ, കയ്യങ്ങളി വേണ്ട. സാറേ, ഇവരെ എന്ത് ചെയ്യാൻ പറ്റും സാറിന്? സമാധാനപ്പെട്, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. റാഞ്ചിരിക്കേ. സാറ് ആലോചിക്കൊന്നും വേണ്ട. അവന്റെ പരീക്ഷ റിസൾട്ട് തടഞ്ഞേക്കണം, അത്ര തന്നെ. പറ്റുമോ സാറിന്? പരീക്ഷ നടത്തുന്നത് സ്കൂളല്ല, സർക്കാരാണ്. വേണമെങ്കിൽ ഒരു ബാഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അതിലപ്പുറമൊന്നും ചെയ്യാനില്ല. എന്നാ ഇയാളൊന്നും ചെയ്യണ്ടോ? ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ഇവിടെ പോലീസ് വരുള്ളൂ, പോലീസ്. ഇവനൊക്കെ ക്രിമിനൽസാ. അവന് മാത്രമല്ല ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. ഇത്രയും പറ്റിയിട്ടുണ്ടോ എനിക്ക്? അച്ചോ, ഇത് ഫ്രാൻസിസ്, ബേസിലിന്റെ അപ്പനാണ്. നിങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയേ. പിള്ളേർ ഇറങ്ങിയേ. നിങ്ങളും ഇറങ്ങിയേ. ഞാൻ വിളിപ്പിക്കാം. ഞാൻ പുറത്തുണ്ടാവും. ഇന്ന് രണ്ടിലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകണം. എനിക്കൊന്നും മനസ്സിലാവണല്ലോ എന്തൊട്ടത്. അപ്പൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇവന്റെ കൈ എങ്ങനെ ഒടിഞ്ഞു? ആ ഇടിച്ച പറഞ്ഞില്ല കൈ ഒടിഞ്ഞത്. വീട്ടിലെറിഞ്ഞ വേറെ സീൻ. കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ വിളിക്കണേ? വായിക്കണേ. എന്താടാ? എനിക്ക് പോണം. എന്താണ് നിനക്ക് അത്യാവശ്യം? പുറത്തു പോയിക്കടാ. എനിക്കൊരാളെ കാണാനുണ്ട്. ആരെ കാണാനാ? അതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് എന്റെ എവിടെ വേണമെങ്കിലും വരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തോന്ന് ജെയ്സാ. ഞാൻ പോവാ. എടാ, നീ എവിടേക്കാണ് പോണേ? വിടോ, വിടാൻ. നിനക്കറിയാം എന്താ സംഭവിച്ചത്? നിന്റെ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്ക്. എടാ, നിന്റെ വീട്ടിൽ കയറി പോക്കണോ ഞാൻ? ഞാൻ ഉണ്ടാക്കണോ? അപ്പൻ ഇതെങ്കടാ, അവൻ പോട്ടെ. ഇന്നലെ എനിക്ക് പകരം അവന്റെ കൈയോട് ചേർന്നെങ്കില ഞാൻ അവന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടി വരൂലേ? ഓഹോ, ആ ശരി, ഇപ്പൊ അങ്ങനെയായോ? ഞാൻ പറഞ്ഞല്ല അപ്പനോട് 100 വട്ടം ഇങ്ങോട്ട് തരണ്ടാന്ന്. വെറുതെ മനുഷ്യനാണ്. ഇടയ്ക്ക് ഇരുത്തിനെ കണ്ട അവളെ മാതേറ്റിക്ക് പോയല്ല. എടാ ഇടിക്കേസ് എന്താടാ? ചേട്ടാ ചേട്ടാ ഒരു ലിഫ്റ്റ് ഇവിടെ വരെ ഉള്ളൂ. ഞാൻ ഇവിടം വരെ ഉള്ളൂ. ഇവിടെ ചേട്ടാ ഒന്ന് പോയേട്ടാ പ്ലീസ്. ചേട്ടാ എങ്ങനെ പോവാൻ? എന്താ മാതേജനൊന്നും പിടിക്കാനായിട്ടാ പ്ലീസ് ചേട്ടാ. ഞാൻ ഇവിടം വരെ ഉള്ളടാ. നീ വല്ല ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ നോക്ക്. ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിത്താറാണ് തന്നത്. ജോയ്സ ഒന്ന് വന്നേ. എന്താടാ? വേഗം വാ. നീ പരീക്ഷ മാതേജറ്റിനെ എഴുതിയോ? പിടിക്കണം. എന്തിന്? ജോയ്സ അത്യാവശ്യ ജീവിത പ്രശ്നമാണ്. വന്നേ ജോയ്സ. എന്താ കാര്യം? ജോയ്സ മാതേജറ്റും കൂടെ അത് വിട്ടടിച്ചു പോവും. എന്താണെന്ന് പറയടാ. വന്നേ ജോയ്സ. എന്താണ്? എടാ താൻ ഞാൻ പറയണ ആദ്യമായിട്ടെങ്കിലും ഒന്ന് കേക്കണോ? എന്തൂടാ ഇപ്പണ്ടല്ലോ. ഒന്ന് വന്നേ. മാറങ്ങടി. മാതാരിനെ പിടിക്കാൻ നീയാ. നീ താറാനെ പിടിച്ചേ. വലിക്ക്. എന്താടാ കാര്യം എന്താന്ന് പറഞ്ഞില്ല നീ? കാര്യം എന്താന്ന് പറ. ആ ഉണ്ട് പോ. അതല്ലേ പോണത്. ഇവൻ പോയാ? ആ കണ്ട്. പിടിക്ക് ജോയ്സ. നീ കാര്യം പറയണ്ട. ഒന്ന് പൊയ്ക്കേ. ചേട്ടാ 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 നിർത്ത് നിർത്ത് നിർത്ത്. ഏത് കുരിപ്പുകള്? ജോയ്സനാ
എന്താണ് ചോദിച്ചാ ആ വണ്ടി എടുത്ത് മാറ്റിയേ എന്നെ ഒന്ന് മറന്നു വെച്ചാ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് വന്നു. കീർത്തി വന്ന് എനിക്ക് സംസാരിക്കണം. അപ്പൊ നീയല്ലേ ആള്? അതെ എല്ലാവരും സഹകരിക്കണേ. നമ്മുടെ കൂട്ടുകാരൻ എന്റെ ഒരു സാധനം കാണാണ്ട് പോയിട്ടുണ്ട്. ചേച്ചി ഞാനും സംസാരിക്കണം. 5 മിനിറ്റ് താ. എനിക്ക് കാര്യം പറയണമെന്ന് വന്നു. ഇതാണല്ലോ ഇവിടെ കാണാണ്ട് പോയ സാധനം. കൊള്ളാം. ചേച്ചി ഒന്ന് സംസാരിക്കണം. കീർത്തി ഒന്ന് എന്താ വിഷയം എന്താണ്? എടാ ജയ്സറാ ഇറങ്ങടാ. എന്താണ് ചേട്ടന്റെ പ്രശ്നം? വണ്ടി ആഹാ കൊള്ളാലോ പരിപാടി. അമ്മയും മോള് എന്റെ മെക്കിട്ടാറെന്നൊക്കെയല്ലേ. ഇറങ്ങി ഇറങ്ങി എടാ പൈസ കൊടുത്ത് ഇറക്കി വിട്ടേനാ. ചേച്ചി ഒന്ന് നിർത്തിക്കേ. എന്താ വെള്ളം ഉണ്ടാക്കണേ? എന്താ ചേച്ചിയുടെ പ്രശ്നം? കീർത്തി ഇറങ്ങി, എനിക്ക് ഒന്ന് വിളിച്ചോണ്ട് പോണതിന് അനിയച്ചക്കനാ കൊടുത്ത് പൈസ തരട്ടെ നീ. ജെയ്സണല്ലേ എന്നിട്ട് ഇവിടെ നടക്കുന്നൊരു സംഭവം എന്താ പ്രശ്നം? എന്താണ് എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? ഒരു കൊച്ചിനെ കൊണ്ട് അവൻ ഓടിപ്പോണ്ടായിരുന്നു. ഇത് എങ്ങോട്ടേക്കാ ജീസ? എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഞാൻ ശ്രീചേട്ടൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. റിലാക്സ് ആ ജീസ, എനിക്ക് മൂന്നാർക്ക് പോവാം. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ശ്രീചേട്ടൻ ഇപ്പൊ ഇവിടെ എത്തും. നീ ഒന്നും മിണ്ടാണ്ടിരുന്ന അതൊന്നും ശരിയാവൂല. നമുക്കൊന്നും പ്രായമായിട്ടില്ല. പറയണ കേക്ക് ജയ്സ. വാ ജയ്സ, നമുക്ക് തിരിച്ചു പോവാം. ഇല്ല, തിരിച്ച് വീട്ടിലേക്ക് ഞാനില്ല. ഞാനേ ഒരു താറാവ് വാങ്ങിക്കാൻ ഇറങ്ങിയടാ. ചെക്കൻ വന്നിട്ടില്ല. നോക്കാം വാ. അമ്മ വേണ്ട ജയ്സ, നീ ഒന്ന് നിന്ന്. ജയ്സ ഒന്ന് നിക്കേ. നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? എനിക്കിത് വിശ്വാസാണ്. എനിക്ക് ജീവനാണ് നിന്നെ. നീ കൊണ്ട് നോക്കിയ ജയ്സ, നീ ഞാൻ പറയണത് കേക്ക്. ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല. പ്രോമിസ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി താറാവ് വാങ്ങിക്കാൻ പുറത്തിറങ്ങൂല. ഞാൻ ചെന്നൈ പോയാൽ എന്ന് നിന്നെ വിളിക്കും. നീ ചെന്നൈ പോയതിന്റെ മറക്കും. എനിക്കറിയാം. ആരും എന്നെ വിളിക്കില്ല. നിനക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല ജയ്സ. ഞാൻ കൂടെ പോണില്ല. അത് പോരാ അമ്മക്ക്. ഞാൻ പോട്ടെ ജീസ. നീ എങ്ങനെയല്ല ഒന്ന് റിലാക്സ് ആവും. എന്നെ വിളിക്കാം. ബൈ. ലവ് യു. എന്തിനടി മോങ്ങണേ? നിന്റെ അമ്മ ചത്ത.